ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുസമ്പി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു മുസമ്പി എടുത്തിട്ടുള്ളൂ ഒന്ന് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മുസമ്പിയുടെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കി തീരെ വെള്ളം കൂട്ടാതെ അടിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ഇനി വെള്ളമാണെങ്കിൽ വെള്ളം എടുക്കുക. വെള്ളത്തിലേക്ക് ഞാനിവിടെ പാലാണ് എടുത്തത്. ചെറിയൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ് എടുക്കേണ്ടത്. ഇനി പച്ചവെള്ളം എടുക്കുകയാണെങ്കിൽ പച്ചവെള്ളം എടുക്കുക. അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കസ്റ്റാർഡ് പൗഡർ എടുക്കണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. എങ്കിൽ നല്ല രീതിയിൽ കട്ടയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കസ്റ്റാർഡ് പൗഡർ പാലിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ പാലൊഴിക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അതിലേക്ക് 1/2 ഗ്ലാസോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നല്ലപോലെ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലപോലെ മെൽറ്റായി നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതിലേക്ക് പഞ്ചസാര മൊത്തമായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മുടെ മുസമ്പിയുടെ ജ്യൂസും അതേപോലെ തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം മിക്സ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ച് തിക്കായി വരണം. ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യട്ടോ. ഫുഡ് കളർ ഞാനിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിനൊന്നും ആവശ്യമില്ല. നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. കാരണം കസ്റ്റാർഡ് പൗഡർ ഇടുമ്പം തന്നെ നമുക്കൊരു യെല്ലോ കളർ കിട്ടുമല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ടൈറ്റായിട്ട് വരും. കുറുകി വരും. അത്യാവശ്യം ഒന്ന് ടൈറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യുന്നവരും ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഇത് അധികം നമ്മൾ തോനെ എടുത്താൽ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സെർവ് ചെയ്യേണ്ട ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്, ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ്ചർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വെക്കണം. എന്നിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അല്ലാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമാവും അതൊന്ന് തണുത്ത് ഒന്ന് സ്റ്റിക്കിയായി വരാൻ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് കട്ടിയായി കിട്ടും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിലൊക്കെ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യണം. അന്നിപ്പോൾ നമുക്ക് പീസായിട്ട് തന്നെ കിട്ടും. ഞാനൊരു പുഡിംഗ് പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോരി കഴിക്കാനും ഒക്കെ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നൊരു ടേസ്റ്റൊന്നും നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒരു മുസമ്പിയെങ്കിലും വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിനും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് രസമുണ്ടോ എന്താണ് ഫീഡ്ബാക്ക് എന്ന് അറിയിക്കുക. അതേപോലെ ഇങ്ങനെ മുസമ്പിയൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തുകൂടി അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.